അരയന്നമാവാൻ കഴിയുമോ? ഒരിക്കൽ ഒരു വനത്തിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു. ആ തടാകത്തിൽ മനോഹരമായ 2 അരയന്നങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഒരു ദിവസം തടാകത്തിന് മുകളിലൂടെ ഒരു കാക്ക പറന്നു പോകുകയായിരുന്നു. പെട്ടെന്നാണ് താഴെ തടാകത്തിലെ മനോഹരമായ ആ 2 അരയന്നങ്ങളെ അവൻ കാണുന്നത്. കാക്ക തടാകത്തിനടുത്തുള്ള മരത്തിൽ ചെന്നിരുന്നു. അവൻ അരയന്നങ്ങളെ മാറി മാറി നോക്കിക്കൊണ്ടേയിരുന്നു. ദൈവമേ, അരയന്നങ്ങളെ കാണാൻ എന്ത് മനോഹരമാണ്! ഒരു ദിവസമെങ്കിലും എനിക്ക് ഇവരെ പോലെ ജീവിക്കണം. അസൂയാലുവായ കാക്ക ചിന്തിച്ചു. ഞാൻ കറുപ്പ് നിറമാണ്, അരയന്നങ്ങൾ വെളുത്തിട്ടും. എനിക്ക് ഈ തടാകത്തിൽ നീന്തി കളിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. അവൻ വളരെ ദുഃഖിതനായി. അരയന്നമായി മാറാൻ അവൻ ഒരുപാട് ആഗ്രഹിച്ചു. ഒരു ദിവസം നമ്മുടെ കാക്കയ്ക്കൊരു ബുദ്ധി ഉദിച്ചു. കാക്ക കരുതി, ചെടികളും പുല്ലുകളും കഴിച്ച് വെള്ളത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം അരയന്നങ്ങൾ വളരെ സുന്ദരികളായിരിക്കുന്നതെന്ന്. പാവം കാക്ക. അവൻ പുറത്തു കറങ്ങി നടക്കുന്നതെല്ലാം അവസാനിപ്പിച്ച് തടാകത്തിൽ നീന്താൻ തുടങ്ങി. പക്ഷേ ഭക്ഷണമായി കഴിച്ചിരുന്ന ചെടികളും പുല്ലുകളും അവന് ദഹിച്ചില്ല. അവൻ വളരെ ക്ഷീണിതനായി. നിശ്ചയദാർഢ്യമുള്ള കാക്ക വളരെ കാലം കഠിനമായി പരിശ്രമിച്ചു. പക്ഷേ കാക്ക വിടുത്തില്ല. മാത്രമല്ല, അത് വളരെ ദുർബലമായി തീർന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഫലം കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിക്കണം. അങ്ങനെ കാക്കയ്ക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തിയാലും നമ്മളുടെ ശാരീരിക രൂപം മാറ്റാൻ നമുക്ക് കഴിയില്ല. പിന്നീട് കാക്ക സന്തോഷത്തോടെ ജീവിച്ചു. നമ്മെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നതിന് പകരം നാം നമ്മെ തന്നെ സ്നേഹിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും വേണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.